ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വചനദീപ്തിയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ആയിരിക്കുന്നിടത്തിരുന്ന് വചനം കേൾക്കാൻ ഒരുങ്ങുകയാണ്. വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം. നമുക്കറിയാലോ, ഒരുക്കത്തോടുകൂടി വചനം സ്വീകരിക്കുമ്പോൾ, കർത്താവിൻ്റെ അധരത്തിൽ നിന്നെന്നതുപോലെ വചനം സ്വീകരിക്കുമ്പോൾ അത് വലിയ മാറ്റം, വലിയ ഒരു ചലനം നമ്മുടെ ഉള്ളിൽ, മനസാന്തരങ്ങൾ, വിടുതലൊക്കെ നമുക്ക് നൽകും. ജെറമ്യാ പ്രവചന പുസ്തകത്തിൽ 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് വളരെ സുപരിതമായിട്ടൊരു വചനമുണ്ട്. ആ വചനം എങ്ങനെയാണ്? ജെറമ്യാ പ്രവാചകൻ ജനത്തോട് ദൈവം പറഞ്ഞ വാക്കുകൾ പറഞ്ഞപ്പോൾ അവർ മറുതലിച്ചു. അവർ എതിരെ പറയാനും ചിന്തിക്കാനും തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, ഇങ്ങനെയാണ് പ്രവാചകനോട് പറഞ്ഞത്, എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും. പ്രൈസ് ദി ലോർഡ്. എന്തൊരു ശക്തിയുള്ള വചനാണെന്ന് കേട്ടേൻ. എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും. ഈ മണിക്കൂറിൽ നമുക്കും വചനം കേൾക്കാനിരിക്കുമ്പോൾ ഒരു ഒരുക്കം തരണം, നല്ല ഹൃദയം ഒരുക്കം തരണമെന്ന് പ്രാർത്ഥിക്കാം. നല്ല നിലത്ത് വീണ വിത്തിനാണ് 100 മേനി ഫലമെടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് കണ്ണുകളടച്ച് കരം കൂപ്പി പിടിച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിലും ഹൃദയത്തിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലയിലെല്ലാം അതൊരു അഗ്നിയായി ജ്വലിക്കാൻ, അത് ഞങ്ങളിൽ ഫലമെടുക്കാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. വീണ്ടും കർത്താവ് തുടർന്ന് പറയുകയാണ്, അഗ്നിയുടെ പ്രത്യേകത എന്താ? അത് വിറകിനെ വിഴുങ്ങും. എന്നെ കേൾക്കാനിരിക്കുന്ന മക്കളെ ഞാൻ വിറകാക്കി മാറ്റും. എൻ്റെ വചനത്തെ ഞാൻ അഗ്നിയാക്കും. അഗ്നി എന്തു ചെയ്യും? വിറകിനെ വിഴുങ്ങും. ഈ മണിക്കൂറിൽ വചനം കേൾക്കാനിരിക്കുന്ന മക്കളെ നീ വിറകാക്കി ഒരുക്കി നിർത്തണം എന്ന് പറഞ്ഞാൽ, ദൈവവചനം വിഴുങ്ങുമാറ്, ദൈവവചനം സ്പർശിക്കുമാറ്, ദൈവവചനം ഇടപെടുമാറ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അമ്മേ മേരി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ആത്മാവിനെക്കുറിച്ച്, നമുക്ക് കൂദാശ വഴി ലഭിച്ചിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് നമ്മൾ എന്തുമാത്രം ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് ഒരു ദാഹമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ദാഹം എന്താണ്. പ്രൈസ് ദി ലോർഡ്. ഹഗായി പ്രവചന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 15-ൽ നാം വായിക്കും, നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. ഇന്ന് നമ്മളും ചിന്തിക്കുന്ന ഈ മണിക്കൂറിൽ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? ആത്മാവ് ഓക്കെയാണോ? നമ്മൾ കാണുന്നവരോടും പരിചയമുള്ളവരോടും, ചിലപ്പോൾ വിദേശത്ത് നാട്ടിൽ വരുന്നവരോടൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നവരോട് പോലും ചോദിക്കുന്ന ഒരു വളരെ നാട്ടുവർത്താനത്തിൻ്റെ ഒരു വാക്കുണ്ട്, സുഖമാണോ? സുഖമാണോ? കാണുന്നവരോട് ചോദിക്കാറുണ്ട് നമ്മൾ, സുഖമാണോ, എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, ഹഗായി പ്രവാചകൻ പറയാണ്, നിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട് അല്ലേ? കൂദാശ വഴി നമ്മൾ എന്തൊക്കെ കൂദാശ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, കുമ്പസാരം, ഇനി അതിനപ്പുറത്തുള്ള കൂദാശകൾ, നമ്മൾ 7 കൂദാശകളിൽ ചിലപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകാം. കൂദാശകൾ സ്വീകരിക്കുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ ഒരു ഓഹരി കൂടിയാണ് നൽകപ്പെടുന്നത്. ഈ ആത്മാവ്, ദൈവാത്മാവിനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തരുന്നത്. എന്തിനാ ആത്മാവിനെ തരുന്നത്? ലൂക്ക 4:1 ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, ആത്മാവ് യേശുവിനെ നയിച്ചു. ഇങ്ങനെ നയിക്കാൻ വേണ്ടിയിട്ടാണ് കൂദാശയിലൂടെ ആത്മാവിൻ്റെ ഓഹരി ദൈവം നമുക്ക് തരുന്നൊരു സംവിധാനം, ഒരു ദൈവിക ഇടപെടൽ നമുക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തുമാത്രം ഈ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ആത്മാവ് സുഖമാണോ? ആരൊക്കെ ഈ ആത്മാവിനോട് വിശേഷം ചോദിക്കുന്നുണ്ട്? കാണുന്നവരോടും മിണ്ടുന്നവരോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, സുഖമാണോ എന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിനോട് ഒന്ന് ചോദിക്കാറുണ്ടോ? കത്തോലിക്ക തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം ഏകനാണെങ്കിൽ ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ടെന്നാണ്. 3 ആളത്വമുണ്ട് ദൈവത്തിൽ. ഒരു ദൈവമാണ്, പക്ഷേ 3 ക്യാരക്ടർ ദൈവത്തിലുണ്ട് എന്ന് പറഞ്ഞ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇന്നാൾ യുവജനങ്ങളുടെ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു സംശയം ചോദിക്കുകയുണ്ടായി. ദൈവം ഒന്നല്ലേ നമുക്കുള്ളൂ, പക്ഷെ പിന്നെന്താ ദൈവം 3 എന്ന് പറയുന്നത്? ഇന്ന് പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ 10th അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് അന്യ സംസ്ഥാനങ്ങൾ പഠിക്കാൻ പോകുമ്പോഴേക്കും മറ്റ് മതസ്കരമായിട്ടുള്ള സഹവാസത്തിലൂടെയൊക്കെ വരുമ്പോൾ മറ്റു പലരും ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് കുറേ ദൈവങ്ങളുണ്ടല്ലോ, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അല്ലെങ്കിൽ മറ്റു വിശുദ്ധരെ കുറിച്ചൊക്കെ കളിയാക്കിയിട്ടും ചോദിച്ചൊക്കെ പിള്ളേർ ചോദിക്കുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ കുട്ടികളൊക്കെ പലരുടെയും മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് നിന്നു പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ദൈവം ഏകനാണെങ്കിൽ അതിൽ 3 വ്യക്തിത്വം എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല. ബൈബിളിൻ്റെ ആരംഭത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ പോലും ദൈവത്തിൽ 3 ആളത്വമുണ്ട് തെളിയിക്കുന്ന വചനമുണ്ട്.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം ഒരു കൂടിയാലോചന നടത്തുകയാണ്. ദൈവം കുറേ ഉണ്ടായിട്ടല്ല, ദൈവം ഒരൊറ്റ ദൈവം, ഏകനാണ് ദൈവം, ഒരൊറ്റ ദൈവം നമുക്കുള്ളൂ. പക്ഷെ ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്. ട്രയാങ്കിളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, 3 ഫേസ് ഉള്ളത്. ഡ്യുവൽ പേഴ്സണാലിറ്റി കേട്ടിട്ടില്ല എന്നതുപോലെ ദൈവം ഏകനാണെങ്കിൽ ദൈവത്തിൽ 3 വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് പിതാവ്, അതിലൊന്നും മറ്റൊന്ന് പുത്രൻ, പരിശുദ്ധാത്മാവ്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 3 വ്യക്തിത്വങ്ങൾ അവിടെ ഒരു ദൈവത്തിൽ തന്നെ കാണുന്നത്. ഒരു കൂടിയാലോചന. ഉൽപ്പത്തി 1:26 നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഒരാൾ ദൈവം ഒറ്റയ്ക്ക് തന്നെയാണ്, ഒരു ക്യാരക്ടർ തന്നെയാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ന് വാക്ക് ഉപയോഗിക്കേണ്ട കാര്യം ബൈബിളിലില്ല, അല്ലേ? നമുക്കറിയാം, നിങ്ങളോ ഞാനോ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്കെന്ന് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ വീട്ടുകാർ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. കുതിരവട്ടത്ത് കൊണ്ടുപോകണോ ഊളംപാറയ്ക്ക് കൊണ്ടുപോകണോ? കാരണം എന്താ? ഒറ്റയ്ക്കിരിക്കുന്ന ആൾ ഒരിക്കലും നമുക്കെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ബൈബിൾ പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരാൾ തന്നെയാണെങ്കിൽ അതിൽ 3 വ്യക്തിത്വമുണ്ട്. ഒരു കൂടിയാലോചന നടത്തുകയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന്. എന്നിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ ആലോചന നടത്തി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിലുള്ള 3-ാമത്തെ വ്യക്തിത്വം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു വ്യക്തിയായി കണ്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലേ, ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടത്ര ഉത്തരവുണ്ടായിരിക്കില്ല. ഒരു വ്യക്തിയായി കണ്ട്. എന്താ വ്യക്തിയുടെ പ്രത്യേകത? വ്യക്തിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളായിരിക്കുന്നിടത്തിരുന്ന് എന്താണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ? വ്യക്തിക്ക് ഇഷ്ടമുണ്ട്, വ്യക്തിക്ക് ആഗ്രഹങ്ങളുണ്ട്, വ്യക്തിക്ക് സ്വഭാവ ഗുണങ്ങളുണ്ട്, ഫീലിങ്സുകളുണ്ട്, വികാരങ്ങളുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് കത്തോലിക്ക തിരുസഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്തുണ്ട്? ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം? പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം, ആരുടെ ഉള്ളിലേക്ക് കൂദാശ വഴി ഞാൻ വന്നോ അവൻ എന്നോട് സഹകരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അവൻ എന്നോട് ഒന്ന് ഇൻറ്റിമസി ആകണം, ഒന്ന് അറ്റാച്ച് ചെയ്യണം എന്ന് പരിശുദ്ധാത്മാവിന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പുറത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിന് വ്യക്തിയായി കണ്ട് സ്നേഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് ഫീലിങ്സ് ഉണ്ട്. ഇനി നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചില്ലല്ലോ, പരിശുദ്ധാത്മാവിന് സങ്കടമുണ്ട്. ഇപ്പം ഞാൻ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നെന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, നമുക്ക് വളരെ സ്വീകാര്യനായിട്ടൊരു വ്യക്തി ഒരു ഗസ്റ്റായിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വെൽക്കം, ഒരു പൂവൊക്കെ കൊടുത്ത്, ഒരു ഫ്ലവറൊക്കെ കൊടുത്തൊന്ന് വെൽക്കം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിശിഷ്ട ഭക്ഷണമൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്ത് നല്ലതായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഒരു ഗസ്റ്റ് റൂമൊക്കെ കാണിച്ചു കൊടുത്ത്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഗസ്റ്റ് റൂമൊക്കെ കാണിച്ചു കൊടുത്ത് ഇനി നമ്മൾ ചിന്തിക്കുക, നേരെ ഞാൻ പറയുന്നത് പോലെ ഒന്ന് സങ്കല്പിക്കുക. ആ ഗസ്റ്റിനെ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു മുറിയിൽ കൊണ്ടുപോയി കുറ്റിയിട്ടു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു മുറി കൊണ്ടുപോയി കുറ്റിയിട്ടു. പിന്നെ ആ മുറി തുറന്നിട്ടില്ല, പിന്നെ ആ മുറിയിലേക്ക് പോയിട്ടില്ല, വിശേഷം ചോദിച്ചിട്ടില്ല. അപ്പോൾ ആ ഗസ്റ്റ് എന്ത് ചിന്തിക്കും? ഈ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ലായിരുന്നു, വന്നത് തന്നെ അബദ്ധമായി, അല്ലേ? വന്നത് തന്നെ ഒരു പ്രശ്നമാണ്. കാരണം അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ വിശേഷം എന്തായി, ഭക്ഷണം വേണോ, വെള്ളം വേണോ, സുഖമാണോ, ഇത് അടച്ചു കൂട്ടിയിട്ട് പോന്നേക്കുക. ശരിക്കും പറഞ്ഞ എക്സാക്ട്ലി നമ്മളൊക്കെ കൂദാശ വഴി നമ്മളും നമ്മുടെ ജീവിതത്തിലൊക്കെ ചെയ്തു കൂട്ടി പോരുന്നത് ഇത് തന്നെയല്ലേ? കൂദാശയിലേക്ക് വലിയൊരു പരിപാടി, വലിയ ആഘോഷം, കൊട്ടുമേളൊക്കെ വെച്ച് കൂദാശ നടത്തും. ഈ കൊറോണ കഴിഞ്ഞുള്ള സമയത്ത് നടന്നൊരു സംഭവം, കൊറോണയൊക്കെ കഴിഞ്ഞ് കൊറോണയുടെ ആ പ്രശ്നങ്ങളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു വിവാഹത്തിന് ഞാൻ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ പരിചയത്തിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നിടത്ത്, ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് തന്നെ
ഈ വിവാഹ പാർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് 2 വീടിൻ്റെ അപ്പുറം വേറൊരു മാമുദീസയുടെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ഥലത്തും ഭയങ്കര ലൈറ്റിങ് പരിപാടിയാണ് കാണുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് വലിയ ലൈറ്റും LED ബൾബൊക്കെ വെച്ച് ആർച്ചൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കല്യാണ വീട് ഇതായിരിക്കും. കാരണം വിവാഹ വീടിനേക്കാളും, കാരണം 2 സ്ഥലത്തും അലങ്കാരങ്ങളുണ്ടെങ്കിലും കുറെ കൂടി മെച്ചപ്പെട്ടതായി തോന്നിയ സ്ഥലം എനിക്ക് തോന്നി ഇതായിരിക്കും കല്യാണ വീട്. പക്ഷെ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ പറഞ്ഞു കല്യാണമല്ല, അവിടെ മാമുദീസയാണ്. ഇപ്പുറത്ത് ആദ്യം കണ്ടിടത്താണ് കല്യാണം നടന്നിരുന്നത്. അപ്പോൾ ഒരു ചെറിയ മാമുദീസ എന്ന് പറയാം, ചെറുതെന്ന് പറഞ്ഞാൽ ആത്മാവിനെ സ്വീകരിക്കുന്ന ഒരു കൂദാശയാണ് മാമുദീസ. അത് വളരെ ആഘോഷമായിട്ട് അത് നടത്തണം കേട്ടോ. ആഘോഷമായിട്ടൊക്കെ പരിപാടി നടത്തണം. കാരണം ആത്മാവിനെ സ്വീകരിച്ച് ലൈഫ് ടൈം ഉള്ള ഒരു പങ്കാളിത്തം സ്വീകരിക്കുന്നതല്ലേ, ഇങ്ങനെ ഒരു ദൈവത്തെ കൂട്ടിന് കിട്ടുന്നതല്ലേ. വലിയ ആഘോഷം നടത്തുന്നതിന് വിരോധമില്ല. പക്ഷേ പിന്നീട് നമ്മൾ ആ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഈ ഗസ്റ്റിനെ കൊണ്ടുപോയി മുറി പൂട്ടിയിട്ടതുപോലെ ഒന്ന് വിശേഷം ചോദിക്കോ, വെള്ളം വേണോ, സുഖമാണോ, എങ്ങനെയുണ്ട്, ഭക്ഷണം വേണോ, ഇതൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ ആത്മാവ് തന്നെ ഉള്ളിലിരുന്ന് ചിന്തിക്കുന്നുണ്ടാകും, ഈ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് എനിക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ ഒരു ഓഹരിയായിട്ട് ഞാൻ വന്നത് ഇവനെ കുറേം കൂടി മെച്ചപ്പെട്ടൊരു ജീവിതം കൊടുക്കാനാ, കുറച്ചും കൂടി നല്ല ഒരു ഉയർന്ന ജീവിതാന്തസ് കൊടുക്കാനാ. പഠിക്കുന്ന കുഞ്ഞാണെങ്കിൽ ആത്മാവിനോട് സഹകരിച്ചാൽ കുറേം കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പഠന ചോയ്സ്, ഉയർന്ന പഠന നിലവാരം നിനക്ക് തരാൻ. ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലും ആത്മാവിനോട് സഹകരിക്കുകയാണെങ്കിൽ കുറേ കൂടി ഉയർന്ന ജോലി നിലവാരം നിനക്ക് തരാൻ. ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ ആത്മാവിനോട് സഹകരിച്ചാൽ കുറേ കൂടി ഉയർന്ന ഒരു കുടുംബ പശ്ചാത്തലം നിനക്ക് തരാൻ. ഏതെല്ലാം ലെവലിൽ നിന്നെ ഉയർത്തി നിർത്തണോ അതിനു വേണ്ടിയിട്ട് ആത്മാവ് നിൻ്റെ ഉള്ളിലേക്ക്, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് വന്നേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുദാശയുടെ ആഘോഷത്തിൽ മാത്രം ഒതുങ്ങി പിന്നീട് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയായി കണ്ട് പരിഗണിക്കുന്നുണ്ടോ? ഈ വ്യക്തിക്ക് ഇഷ്ടമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാത്തത്? ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് എന്നെ സ്നേഹിക്കണമെന്ന്. നമുക്ക് ആഗ്രഹമില്ലേ നമ്മുടെ വീടുകളിൽ എന്നെ സ്നേഹിക്കണമെന്ന്? ഞാനൊരു ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കണം, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം, എന്നെ അംഗീകരിക്കണം എന്നൊക്കെ. നിങ്ങൾക്കും കേൾക്കും, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒരു അംഗീകാരം തരണം എന്ന് ആഗ്രഹമുണ്ട്. എന്നതുപോലെ ഒരു വ്യക്തിയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനും ആഗ്രഹമുണ്ട് എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണം, എന്നോടൊന്ന് സഹകരിക്കണം, എന്നെ ഒന്ന് സ്നേഹിക്കണം. ഇതിലെന്താ തെറ്റുള്ളത് പ്രിയപ്പെട്ടവരെ? പക്ഷേ നമ്മൾ ഈ കൂദാശയുടെ ആഘോഷത്തിൽ മാത്രം ഒതുങ്ങി നമ്മൾ ആത്മാവ് ഉള്ളിലേക്ക് വന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. പിന്നീട് നമ്മുടെ നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും പിന്നെ ആ ആഘോഷം കഴിഞ്ഞ് അവിടെ തീർന്നു. ഗസ്റ്റിനെ ഇങ്ങനെ അടച്ചു കുറ്റിയിട്ട് പോയതുപോലെ നമ്മൾ ആത്മാവിനെ ഉള്ളിൽ ഒതുക്കി അവിടെ ഇട്ടു. പിന്നെ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കഴിയാനല്ല ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നേക്കുന്നത്. ആത്മാവ് നമ്മളെ ഉയർന്ന നിലയിൽ നയിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: എൻ്റെ ഉള്ളിൽ വന്ന ആത്മാവിനോട് ഞാൻ എന്തുമാത്രം സഹകരിക്കുന്നുണ്ട്. ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ചാപ്പലിൽ ബൈബിൾ വായിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ വന്ന് അവിടുത്തെ ഒരു പ്രേക്ഷിതൻ വന്ന് ഇങ്ങനെ മുട്ടുമേ നിന്ന് കൈവിരിച്ച് ഇങ്ങനെ വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ ഉയർന്ന ശബ്ദത്തിലും തീഷ്ണതയിലും പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പരിശുദ്ധാത്മാവേ എനിക്ക് സ്നേഹം തരണേ, പരിശുദ്ധാത്മാവേ എനിക്ക് ക്ഷമ തരണേ, പരിശുദ്ധാത്മാവേ എനിക്ക് സൗമ്യത തരണം. അപ്പോൾ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് പരിശുദ്ധാത്മാവിനോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ, ഇങ്ങനെ ഒരു ചിന്ത, ഈ പ്രാർത്ഥനയിൽ എന്തൊരു പോരായ്മയുണ്ടല്ലോ എന്നൊരു ചിന്ത. എനിക്കങ്ങനെ വലിയ വെളിപാടോ ദർശനം ഉണ്ടായുള്ള ഒരാളൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യൻ. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്താണ് ആ പ്രാർത്ഥനയിൽ ഒരു പോരായ്മയുണ്ടല്ലോ. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത വരികയാണ്: നമ്മുടെ ഉള്ളിലൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറയേണ്ടത് ഇങ്ങനെയല്ലേ: പരിശുദ്ധാത്മാവെ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, പരിശുദ്ധാത്മാവെ എന്നെ ക്ഷമിക്കാൻ പഠിപ്പിക്കണേ, പരിശുദ്ധാത്മാവെ എനിക്ക് സൗമ്യത തരണേ, പരിശുദ്ധാത്മാവെ എനിക്ക് ആനന്ദം തരണം. ഇങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ശരിക്കും ഇതെല്ലാം അടങ്ങി ഒരു ആത്മാവിൻ്റെ ഓഹരി കൂദാശ വഴി നമ്മുടെ ഉള്ളിലിരിക്കെ ഒരു വ്യക്തിയായ ആത്മാവ് നമ്മൾ കൈവിരിച്ച് പുറത്തുനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ഉള്ളിലിരുന്ന് ചിന്തിക്കുന്ന ചിന്ത എന്തായിരിക്കും? വ്യക്തിയായതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ ചിന്തിക്കും? എടാ കൊച്ചേ, നീ എന്നതാ ചോദിക്കണേ? കിട്ടിക്കഴിഞ്ഞതിനല്ലേ നീ ചോദിച്ചുകൊണ്ടിരിക്കണേ? നിനക്കിത് കിട്ടിയിട്ടുണ്ട്, സ്നേഹം കിട്ടിയിട്ടുണ്ട്, ആനന്ദമുണ്ട്, ഇതൊക്കെ അടങ്ങിയ ഒരു ആത്മാവിൻ്റെ ഓഹരി നിൻ്റെ ഉള്ളിലുണ്ട്. നീ എന്നോടൊന്ന് സഹകരിച്ച് നോക്കിക്കേ, നിൻ്റെ പ്രവൃത്തിയിൽ സ്നേഹം വരും. നീ എന്നോടൊന്ന് സഹകരിച്ച് നോക്കിയേ, നിൻ്റെ പ്രവൃത്തിയിൽ ക്ഷമയുണ്ടാകും. അല്ലാതെ
പലരും ചിന്തിച്ചേക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആവശ്യ നേരത്ത് സ്നേഹം പുറത്ത് നിങ്ങളുടെ ഒരു ചൊരിഞ്ഞു തരും, അല്ലെങ്കിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചെടുക്കാവുന്നത് പോലെ കുറച്ച് ക്ഷമ കിട്ടാവോ, ഇങ്ങനെയുള്ള രീതിയിൽ ആത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് പലരും ചിന്തിച്ചേക്കുന്നത്. എന്നാൽ അതല്ല ദൈവം വെച്ചേക്കുന്ന സംവിധാനം. ദൈവത്തോട്, ദൈവാത്മാവിനോട് സഹകരിക്കാൻ തുടങ്ങുമ്പോൾ പ്രവൃത്തിയിലേക്ക് സ്നേഹം ലയിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പരിചയത്തിൽ ഒരു ലില്ലി ചേച്ചിയുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5-8 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒരു പരിചയമുണ്ട്. ആ പരിചയത്തിൻ്റെ പേരിൽ ഈ സ്ത്രീയെയും കുടുംബത്തേക്ക് എനിക്കറിയാം. അപ്പോൾ ഈ ലില്ലി ചേച്ചീനെ കുറിച്ച് നാട്ടുകാരൊക്കെ പറയും, നല്ല ഭക്തിയുള്ള ചേച്ചിയാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കും. വിവാഹത്തിന് മുമ്പ് ജീസസ് യൂത്ത് ആയിരുന്നു ആൾ, അതിന് അപ്പോഴും നന്നായി പ്രാർത്ഥിക്കും. അപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞു, കൂടെയുള്ളവർ പറഞ്ഞു, എടി നീ ഇത്രയും പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും. അങ്ങനെ ഈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. എല്ലാവരും നല്ലത് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടി. മുഴുകുടിയനായിട്ടുള്ളൊരു ഭർത്താവിനെ കിട്ടി. അദ്ദേഹത്തിൻ്റെ പേര് ജോയി ചേട്ടൻ. കല്യാണത്തിൻ്റെ ആദ്യ ദിവസം മുതൽ കുടിച്ച് വളരെ ബോധം നഷ്ടപ്പെടുന്ന അത്രയും വരെ കുടിച്ച് വരുന്ന ഒരു ഭർത്താവിനെ കിട്ടിയേ. വീട്ടുകാരും കൂട്ടുകാരൊക്കെ പറഞ്ഞത് നിനക്ക് ഇത്രയും പ്രാർത്ഥിക്കുന്ന കാരണം നല്ലത് തന്നെ കിട്ടൂടി എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ദൈവകരങ്ങളിൽ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കുടിച്ചു വന്ന് ഗേറ്റിൽ കിടക്കും, ചിലപ്പോൾ സിറ്റൗട്ടിൽ കിടക്കും, ചിലപ്പോൾ ഛർദ്ദിച്ചാകെ അവശനായി കിടക്കും. ഇനി ഇതൊന്നുമില്ലേ, കുടിച്ച് ബോധത്തോടു കൂടി നല്ല ചീത്തയും തെറിയൊക്കെ പറയും. എന്നാലും പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞാൽ ജോയിച്ചേട്ടാ എന്നുള്ള വിളി കേൾക്കാം. അപ്പോൾ അയൽവക്കക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെ, എടി ലില്ലി നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? തലേദിവസം മുഴുവനും ആദ്യ ദിവസം മുതൽ, വിവാഹത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു സുഖമോ ആനന്ദമോ ഒന്നും കിട്ടാത്തൊരു സ്ത്രീയാണ്. അങ്ങനെ 38 വർഷം അതേ അവസ്ഥ തന്നെ തുടർന്നു. ഒരു മാനസാന്തരം ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിന് ഉണ്ടായില്ല. കുടിച്ച് കരള് പോയി അദ്ദേഹം 38 വർഷത്തിന് ശേഷം മരിക്കുകയാണ്. വിവാഹം 38 വർഷ ജീവിതം. ഈ ചേച്ചി സാക്ഷ്യം പറയുന്നുണ്ട്, അത്രമാത്രം 38 വർഷം അത് കിടപ്പിലാകുന്നവരെ കിടന്നിട്ടും കുടിച്ച് പ്രയാസപ്പെടുത്തിയിരുന്ന ആ മനുഷ്യനെ സ്നേഹിക്കാൻ തമ്പുരാൻ എനിക്കൊരു കൃപ തന്നു. ഞാൻ ചോദിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അതൊരു മനുഷ്യസ്ത്രീ തന്നെയല്ലേ? ഇദ്ദേഹത്തിന് എവിടുന്ന് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത്? 38 വർഷം ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു സുഖവും നുകരാൻ പറ്റാത്തൊരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു ആനന്ദം കിട്ടാത്ത സ്ത്രീ, ഒന്നും അംഗീകരിക്കപ്പെടാത്ത സ്ത്രീ, എന്നും ചീത്തയും വഴക്കും തെറിയും മാത്രം കേട്ടുകൊണ്ടിരുന്ന സ്ത്രീ. എന്നിട്ടും ആ പങ്കാളിയെ നാട്ടുകാരൊക്കെ ചോദ്യം എങ്ങനെയാണ് സ്നേഹിക്കണേന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവ് തന്നല്ലേ ചേച്ചി എന്ന് പറഞ്ഞാൽ ആത്മാവിനോട് സഹകരിച്ചൊരു ജീവിതം ഈ സ്ത്രീയുടെ ഉള്ളിലുണ്ടായി. അതുകൊണ്ട് എന്താ ഗുണം? എത്രയൊക്കെ അവസരം എതിരായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും വീണ്ടും സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന് സ്വയമായിട്ട് സ്നേഹിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്ന ആത്മാവിനോട് സഹകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റിയത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥ തന്നെയല്ലേ? നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കഴിവ് തരുന്ന, കൃപ തരുന്ന, ആനന്ദം തരുന്ന, സമാധാനം, ദയയും നന്മയൊക്കെ തരുന്ന ഒരു ആത്മാവ് ഉള്ളിൽ അടങ്ങിയിരിക്കുകയാണ്. ഈ ആത്മാവിനോട് നമ്മളെപ്പോൾ സഹകരിക്കുന്നോ അപ്പോൾ ആത്മാവ് ആക്റ്റീവ് ആവും. ഒരു വ്യക്തിയോട്, ഒരു ചെറുപ്പക്കാരനോട് ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞു. ഇത്തിരി ദുശീലത്തിലൊക്കെ പെട്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അവനിങ്ങനെ ഷെയറിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വർത്താനമൊക്കെ ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പാപത്തിലേക്ക്, അശുദ്ധിയിലേക്ക് പോകുന്ന സമയത്ത് നിൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവ് എന്ത് ചെയ്യുമെന്ന് ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്, അത് പാപം ചെയ്യാൻ പോകുമ്പോഴും, അല്ലെങ്കിൽ വെള്ളടിക്കാൻ പോകുമ്പോഴും, കഞ്ചാവ് വലിക്കാൻ പോകുമ്പോൾ ആത്മാവ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകും. പാപം ചെയ്യുന്ന സമയത്ത് ദൈവാത്മാവിന് നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിൽ ഉത്തരം അതാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട സത്യമുണ്ട്. നമ്മൾ എത്ര മുഴുത്ത പാപം ചെയ്യാൻ പോയാലും നമ്മുടെ ഉള്ളിൽ കിടക്കണ ആത്മാവിന് ഒറ്റ ഫീലിങ്സേ ഉള്ളൂ, ആത്മാവ് കരയും. ആത്മാവിന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. കല്യാണ ബന്ധത്തിൽ നമുക്കറിയാം, പരസ്പരം കൈ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ബൈബിളിൻ്റെ മുകളിൽ കൈവച്ചിട്ട് ഭാര്യയും ഭർത്താവും വധുവും വരനും പറയും ഇന്നു മുതൽ മരണം വരെ. അപ്പോൾ വിവാഹത്തിൻ്റെ ഒരു ടൈം പീരീഡ് വെച്ചേക്കുന്നത് മരണത്തിൽ തീരുന്നതാണത്, മരണത്തിൽ തീരും. എന്നാൽ കൂദാശയിലൂടെ ഞാനും നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവിനുമായിട്ടുള്ള ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മരണത്തിൽ പോലും തീരുന്നില്ല.
ഓർത്ത് നോക്കിയേ നിങ്ങൾ, മരണം കഴിഞ്ഞിട്ട് ദൈവം എത്ര കാലം ഉണ്ടോ, സ്വർഗം എത്ര കാലം ഉണ്ടോ, അത്രയും കാലം ഒരു ലോങ് ലൈഫുള്ള ഒരു ആത്മാവിനെയാണ് ദൈവം കൂദാശയിലൂടെ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. ഒരു പാപം ചെയ്യുമ്പോൾ ഇറങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ട, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് കുറച്ചും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കണം, കുറച്ചും കൂടി എനിക്ക് സ്റ്റൈലിഷായിട്ട് ജീവിക്കണം, ലോകത്തിൻ്റെ ഇഷ്ടത്തിലൂടെ ജീവിക്കണം, നീ പൊക്കോ എന്ന് പറഞ്ഞാൽ പോലും ആത്മാവിന് പോകാൻ പറ്റാത്ത ബന്ധത്തിലാണ് ഈ കൂദാശയിലൂടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ നിവേശിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആത്മാവിന് ഒറ്റ ഫീലിങ്സേ ഉള്ളൂ. പാപം ചെയ്യാൻ പോകുമ്പോൾ മോനെ ചെയ്യല്ലേ, കരയുക, കരഞ്ഞുകൊണ്ടിരിക്കലാണ് ആത്മാവ് ചെയ്യുന്നത്. അടിമത്തത്തിലേക്ക് പോയ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആത്മാവിൻ്റെ ഒരു നൊമ്പരം, വ്യക്തിയായ ആത്മാവിൻ്റെ ഒരു നൊമ്പരം എഴുതി വെച്ചിട്ടുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 13:17 അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 17:13 ഇങ്ങനെയാ വായിക്കുക: തൻ്റെ മക്കൾ അടിമത്തത്തിലേക്ക് വീണ്ടും പോകയാൽ ആത്മാവ് ഉള്ളുരുകി കരയും, കണ്ണീർ ധാരധാരയായി ഒഴുകും. നമ്മളൊക്കെ, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ആത്മാവിൽ ബലപ്പെട്ട് ജീവിക്കുമ്പോൾ ആത്മാവ് സന്തോഷിക്കും. പക്ഷേ വീണ്ടും നമ്മൾ അടിമത്തത്തിലേക്ക് പോകുമ്പോഴോ ആത്മാവ് കരയും. ഓരോ കുമ്പസാരം കഴിയുമ്പോൾ ഇനി മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യില്ലെന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ ആത്മാവ് സന്തോഷിക്കും ഉള്ളിലിരുന്ന്. അല്പസമയം കഴിയുമ്പോഴേക്കും ആ പ്രതിജ്ഞ നമ്മൾ വ്യതിചലിക്കും, അപ്പോഴേക്കും ആത്മാവ് കരയും. അപ്പം ആത്മാവ് അടിമത്തത്തിലേക്ക് അനുസരണക്കേട് കാണിക്കുമ്പോഴൊക്കെ കരയാണെന്ന് ജെറമ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുക. നിങ്ങളുടെ അനുസരണക്കേട് മൂലം ആത്മാവ് ഉള്ളു നൊന്ത് കരയും. അപ്പം ആത്മാവ് ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തിയല്ലാണ്ട് പിന്നെ എങ്ങനെ കരയാൻ പറ്റുക? ബൈബിൾ തന്നെയല്ലേ ഇത് പറയുന്നത്. ജെറമ്യാ 13:17 പലരും പറയുന്നില്ല ഇത് എങ്ങനെയാണത് അങ്ങനെ സംഭവിക്കുക. ചെറുപ്പക്കാർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ആത്മാവ് എങ്ങനെ ഒരു വ്യക്തിയാകുക? വ്യക്തിയാവുന്നതുകൊണ്ട് ബൈബിളിൽ എഴുതി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ബൈബിളിൽ ജെറമ്യാ 13:17 ആത്മാവ് കരയുന്നു. കരച്ചിൽ ആർക്കാ ഉള്ളത്? വ്യക്തിക്കാ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഉള്ളു നൊന്ത് കരയും, കണ്ണീർ ധാരധാരയായി ഒഴുകും, തൻ്റെ മക്കൾ അനുസരണക്കേട് അടിമത്തം വീണ്ടും തുടരുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് ധ്യാനിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു ചിന്തയുണ്ട്. ഇത്ര കാലം ഞാൻ എൻ്റെ ആത്മാവിനൊന്നും മൈൻഡ് ചെയ്തോ? ഒരു വ്യക്തിയായി കണ്ട് പരിഗണിച്ചോ? ആത്മാവിൻ്റെ കരച്ചിൽ കേട്ടോ? നിങ്ങൾ കേട്ടോ? ഇന്ന് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇതേപോലെ തന്നെ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളൊരു ചേച്ചി, നന്നായി പ്രാർത്ഥിക്കും, അത്യാവശ്യം വിഷനൊക്കെ ഉള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകള് ബാംഗ്ലൂർ നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഈ മകൾക്ക് വേണ്ടി ചേച്ചി ഇങ്ങനെ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നൊരു കാഴ്ച ഇതാണ്. ഈ കുഞ്ഞിൻ്റെ ചുറ്റും ഒരു ഡാർക്ക്നെസ്, ഒരു ഇരുണ്ട മേഘത്തെ ഇങ്ങനെ കാണാം. കുഞ്ഞിങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ്, കൊച്ചിങ്ങനെ ചലിക്കുന്നതിനനുസരിച്ച് ഒരു കറുത്ത മേഘം ഈ കുഞ്ഞിൻ്റെ പുറകിലൂടെ ഇങ്ങനെ നീങ്ങുന്ന പോലെ ഒരു ഫീലിങ്സ്, ഒരു വിഷ്വൽ കിട്ടി. അപ്പോൾ വിഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എല്ലാവരോടും ഓടി നടന്ന് പറഞ്ഞു, ദേ ഇങ്ങനെ എൻ്റെ കൊച്ചിന് എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം. അച്ഛന്മാരോട്, സിസ്റ്റേഴ്സിനോടും ഞങ്ങളുടെ പ്രേക്ഷിതരോടൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ ചേച്ചി അപ്പം തന്നെ കൊച്ചിനെയും വിളിച്ചു, മോളെ നീയും പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടി. പക്ഷേ ഈ കൊച്ചിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, കോളേജ് ടൈം ആയതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. 5 മണി ആയി കഴിഞ്ഞപ്പോൾ, കോളേജ് ടൈം കഴിഞ്ഞ് ഹോസ്റ്റൽ ടൈം ആയി കഴിഞ്ഞപ്പോൾ ചേച്ചി പെട്ടെന്ന് കൊച്ചിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ച് ഫോൺ എടുത്ത വശം ഭയങ്കര അലറിക്കരച്ചിലായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി ഉദ്ദേശിച്ച പോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചേച്ചി വേഗം എന്താ മോളെ സംഭവിച്ചു? അപ്പോൾ കൊച്ച് കരച്ചിലൊക്കെ അടക്കിയിട്ട് പറഞ്ഞു, മമ്മി ഇന്നൊരു സംഭവം ഉണ്ടായി. സംഭവം ഇതാണ്, അധികം നീട്ടി പറയുന്നില്ല. സംഭവം ഇതാണ്, കൊച്ച് ഹോസ്റ്റലിൽ നിന്ന് പോണ സമയത്ത് 3-4 ബൈക്കിനും 3-4 പിള്ളേർ വന്നിട്ട് ഈ കുഞ്ഞിന് ചുറ്റും വട്ടം ചുറ്റി ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവളുടെ ഫയൽ പിടിച്ച് വലിക്കുക, ബാഗ് വലിക്കുക, ഷോളൊക്കെ പിടിച്ച് വലിക്കുക. ഇതാകെ പേടിച്ച് വിറച്ച് നിന്നിട്ട് ഇങ്ങനെ കറഞ്ഞു, ഉള്ളിൽ യേശു യേശു എന്ന് പറഞ്ഞിങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മിനിറ്റ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായി. അത് കഴിഞ്ഞ് അതിൽ ഒരുത്തിനൊരു ഫോൺ കോൾ വന്നു. അപ്പം തന്നെ അവരവിടെ നിന്ന് സ്കൂട്ട് ചെയ്ത് പോയി, വണ്ടി ഓടിച്ചു പോയി. കൊച്ചു വേഗം ഹോസ്റ്റലിലേക്ക് ഓടിപ്പോയി. ഇതാണ് ഉണ്ടായ സംഭവം. കണ്ടോ, ഒരു രക്തബന്ധത്തിനൊരു അപകടം വരാൻ പറ്റുമ്പോൾ പോലും ഇൻസൈറ്റിൽ ഒരു കാഴ്ചയുണ്ട്. ഒരു വ്യക്തിക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നലുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ തോന്നലുണ്ടാവും, പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകണ്ടല്ലോ, ഒരു ആപത്തുണ്ടല്ലോ, ഉണ്ടല്ലോ. കണ്ടോ, ഒരു വ്യക്തിക്ക് പോലും സംഭവിക്കാൻ പോകുമ്പോൾ തോന്നലുണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഹഗായി പ്രവാചകൻ 1:15 പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ സ്ഥിതി എന്തേ നമ്മൾ അറിയാത്തേ? ആത്മാവിൻ്റെ കരച്ചിലെന്താ കാണാത്തേ? ആത്മാവ് കരയാണെന്ന്. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലൂടെ ഇന്ന് ദൈവാത്മാവ് നിന്നോട് പറയുന്ന സന്ദേശം ഇതാ: പ്രിയപ്പെട്ടവരെ,
എൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിയായ പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് വ്യക്തിയോട് സഹകരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ അതിന് നന്മയുണ്ടാവും, കുറേ കൂടി മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവും. ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവനും കഴിഞ്ഞു, വയറിംഗ് ഒക്കെ കഴിഞ്ഞു. മൂലമറ്റത്തുനിന്ന് വരുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് അത് നമ്മുടെ പോസ്റ്റിലൂടെ ലൈൻ വഴി വരുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തോടെ ലൈൻ പോകണ്ടെന്ന് ധരിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കിട്ടില്ലല്ലോ. നമ്മുടെ വീട്ടിലേക്ക് ആ കറണ്ട് കണക്ഷൻ കൊടുക്കുമ്പോഴല്ലേ കറണ്ട് കിട്ടുള്ളൂ. ആ കറണ്ട് വരുമ്പോൾ ബൾബ് തെളിയും, കറണ്ട് വരുമ്പോൾ ഫാൻ കറങ്ങും, കറണ്ട് വരുമ്പോൾ ഇനി സൗണ്ട് സിസ്റ്റത്തിലാണെങ്കിൽ ശബ്ദം ഉണ്ടാകും. ഏതിലേക്കും കറണ്ട് വരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം നടക്കും. ഇതുപോലെ തന്നെ നിൻ്റെ ഉള്ളിലെല്ലാം അടങ്ങിയ ഒരു ആത്മാവുണ്ട്. നീ ആത്മാവിനോട് കണക്റ്റഡ് ആവുമ്പോൾ ആത്മാവിൽ നിന്ന് ഇത് നിൻ്റെ പ്രവൃത്തിയിലേക്ക് വരും. ആത്മാവിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഒഴുകും. വിശുദ്ധ ലിഖിതം പറയുന്നതാണ്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:37-38, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ഇനി പുറത്തുനിന്നല്ല വരണേ കേട്ടോ, ഉള്ളിൽ നിന്നാണ് ഒഴുകുക. നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 25 സോളമൻ രാജാവ് ഒരു വാട്ടർ ടാങ്ക് ദേവാലയത്തിൽ വരുന്നവർക്ക് പൂമുഖത്ത് കൈ കഴുകാൻ വേണ്ടി ഒരു സിസ്റ്റം വെച്ചിരുന്നു. 12 കാളയുടെ പുറത്തൊരു ഒരു ജലസംഭരണി വെച്ച് ഈ ജലസംഭരണിയിൽ നിന്ന് കാളയുടെ വായിലൂടെ വെള്ളം വരുന്നൊരു സിസ്റ്റം, സദാസമയം വെള്ളം വന്നുകൊണ്ടിരിക്കും. ദേവാലയത്തിലേക്ക് വരുന്നവർക്ക് മുഴുവനും കൈ കഴുകി പ്രവേശിക്കാൻ, ശുദ്ധിയോടെ പ്രവേശിക്കാൻ. ഈ ഒരു പശ്ചാത്തലം എടുത്തിട്ട് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുക, വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാവ് ഒഴുകും. നീയും വിശ്വസിച്ചാൽ, ഞാൻ വിശ്വസിച്ചാൽ, പ്രിയ ദൈവ പൈതലെ, നമ്മിൽ നിന്ന് ആത്മാവ് നിർഗളിക്കാൻ തുടങ്ങും, അനഘം നിർഗളിക്കാൻ തുടങ്ങും. കണ്ണുകളടച്ച് ഈ വചന ശുശ്രൂഷയുടെ അവസാനത്തിൽ, സമാപനത്തിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം: എൻ്റെ ആത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട്, എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ വ്യക്തിയായി കണ്ട് സ്നേഹിക്കാൻ, ഇന്നു മുതൽ വ്യക്തിയുടെ ഇഷ്ടങ്ങളൊന്ന് പരിഗണിക്കാൻ. നമ്മൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കാറില്ലേ? അതുപോലെ ആത്മാവിൻ്റെ ഇഷ്ടം പരിഗണിച്ച് അതിന് വേണ്ട ഭക്ഷണം, വചനവും കുദാശയും പ്രാർത്ഥനയും ഒക്കെ കൊടുത്ത് അതിൻ്റെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ളൊരു തീരുമാനം. വ്യക്തിപരമായിട്ട് ആത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ടൊരു തീരുമാനമെടുക്കാം. ഇതാണ് കർത്താവ് ഇന്ന് ഈ വചനത്തിലൂടെ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ആത്മാവേ, ഞങ്ങളെ ഭരിക്കണമേ, നയിക്കണമേ. കേട്ട വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നോ, ഞങ്ങളുടെ പ്രവർത്തന മേഖല ഏതാണോ, ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നു മുതൽ ആത്മാവിനോട് സഹകരിച്ചൊരു ജീവിതം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ, നിലവാരത്തെ ഉയർത്തണമേ. ലെവലും മാറും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലെവലും മാറും ആത്മാവിനോട് സഹകരിക്കാൻ തുടങ്ങുമ്പോൾ. ഇതിനുള്ള കൃപ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.